IPL 2026 ഫൈനൽ RCB വേഴ്സസ് GT. RRനെ രാജസ്ഥാനൊക്കെ അടിച്ച് പരത്തി ചുടാ പൊറോട്ട ചുട്ടു വെച്ചിട്ടുണ്ട്. വേണ്ടവര് പോയി മേടിച്ചോ. കംപ്ലീറ്റ് ഡോമിനൻസ്, യജാതി കളി. ഗില്ലും സായി സുദർശനും പ്രേതബാധ കയറിയ പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഇവരുടെ കോച്ച് പാർത്ഥിവ് പട്ടേൽ പറയുന്നുണ്ടായിരുന്നു 215 ആണെങ്കിൽ നമുക്ക് ഈസി ആയി ചേസ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ വിചാരിച്ചു ഈ ചങ്ങായിക്കൊക്കെ വല്ല മെന്റലായിരിക്കുന്നു. 215 ഇവർക്ക് ഒരു ടോട്ടൽ. കാരണം എന്താണ്, ഇവന്മാര് 4 അടിക്കൂ. പൊക്കി അടിച്ചാലേ ഔട്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ചങ്ങായി 15 4, മറ്റേ ചങ്ങായി 8 4, 23 4 ആണ് രണ്ട് ഓപ്പണേഴ്സും കൂടി അടിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഔട്ടാക്കണം? ഈ രണ്ട് ടീമും തമ്മിലെ ഡിഫറൻസ് ഇത് മാത്രമാണ്. ഒരു സമയത്ത് രാജസ്ഥാൻ വന്നവനും പോണവനും ഒക്കെ അടിക്കാൻ നോക്കിയത് 6. ഇവിടെയാണ് വെച്ചാൽ ഒരു ടീം മാത്രമേ അടിക്കൂ. പിന്നെ എങ്ങനെ ഔട്ടാക്കാനാണ്? ആൻഡ് സായി സുദർശന് ഭാഗ്യമുണ്ട്, നിർഭാഗ്യമുണ്ട്. രണ്ടിന്റെ ഒരു മിക്സ്ചർ ആയിരുന്നു ഇന്നത്തെ കളി. അണ്ണൻ സൂര്യവംശിയുടെ ക്യാച്ച് വിട്ടു. വൈഭവ് സൂര്യവംശി 10-97 റൺ അടിച്ചു. പൊട്ടിന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ അണ്ണൻ 15 നിൽക്കുമ്പോ മറ്റേ ഫെറാറി എണ്ണം ക്യാച്ച് വിട്ടു. അപ്പൊ അണ്ണൻ വിചാരിച്ചു എനിക്ക് ഭാഗ്യമാണെന്ന്. ലോകത്തെ സകലമാന ബോളേഴ്സ് വന്നോ, ചിലപ്പോ സായി സുദർശന്റെ വിക്കറ്റ് എടുക്കാൻ പറ്റില്ല. എന്നാ അണ്ണന്റെ വില്ലൻ അണ്ണൻ തന്നെയാണ്. അടിച്ച് സ്റ്റെമ്പ് തെറിപ്പിച്ചു പോയി. ഫെവിക്കോളിന് ഇത്രയും നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ ഈ ലോകത്ത് വേറെ ആരെയും കിട്ടില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് ബാറ്റിൽ ഫെവിക്കോളിന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കയ്യിൽ കുറച്ച് ഫെവിക്കോളും തേച്ച് വിട്ടു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണൻ വീണ്ടും കുറ്റി അടിച്ച് തെറിപ്പിച്ചു പോകും. വേറെ ഒരു ബോളേഴ്സും വേണ്ട, എന്റെ വിക്കറ്റ് എടുക്കാൻ ഞാൻ മാത്രം മതി. ചിരിയാണ് വന്നത്. മറ്റേ ഗില്ലൊക്കെ അവിടെ തലയിൽ കൈവച്ച് കിടക്കണു. എന്തടാ കാണിച്ച് പറഞ്ഞിട്ട്. ഗില്ലിനൊന്നും ചുമ്മാ അല്ല പ്രിൻസ് എന്ന് വിളിക്കുന്നത് ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് ഇവന്മാരെന്താ വല്ല പ്രാക്ടീസ് മാച്ച് കളിക്കുക എന്നതാണ് എനിക്ക് അജാതി ഡോമിനൻസ് ആയിരുന്നു. ഇനിയിപ്പോ അടുത്ത കളി ഫൈനൽ RCB വേഴ്സസ് GT അഹമ്മദാബാദിൽ വെച്ചിട്ട്. അഹമ്മദാബാദ് ഇവന്മാരുടെ കോട്ടയാണ്, പക്ഷെ RCB ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സോ രാജസ്ഥാൻ ബാറ്റിങ്ങിന് ഇറങ്ങി. സോ നമ്മുടെ ഹനാൻ ഷാ കാട്ടാളനിൽ എന്താണോ ചെയ്തത് അതാണ് യശസ്വി ജയ്സ്വാൾ ഇന്ന് ചെയ്തത്. ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ത്രോയിങ് അവേ വിക്കറ്റ്സ്. ഹനാൻ ഷാ കാട്ടാളനിൽ എന്താ ചെയ്ത്? ഇടയ്ക്ക് വന്ന് 2 ബോംബെറിയെങ്കിലും ഉണ്ട്. ഇത് അതുമില്ല. ഒരു സമയത്ത് 9-2 എന്നുള്ള നിലയിൽ ആ ടീമിനെ ആ ചെറുക്കൻ നമ്മുടെ വൈഭവ് മോൻ ഈ നിലയെ കൊണ്ട് എത്തിച്ചു. ക്യാച്ചൊക്കെ വിട്ടു, അതൊക്കെ ശരി. ദാറ്റ് വാസ് എ ഫൈറ്റിംഗ് നോക്ക്. ഹി വാസ് എ ഫൈറ്റർ. ആക്ച്വലി ഒരു ഫൈറ്റർ ആയിരുന്നു. യൂഷ്വലി കാണുന്ന സൂര്യവംശി ആയിരുന്നില്ല. സൂര്യവംശി ബോൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, സിംഗിൾ ഓടുണ്ട്, ഡബിൾ ഓടുണ്ട്. റബാഡയുടെ ഒരു ബോൾ ആ ചെറുക്കന്റെ തല പൊളിക്കേണ്ടതായിരുന്നു. സ്റ്റിൽ ഹി വാസ് നോട്ട് റെഡി ടു ലീവ്. അണ്ണനല്ല, നമ്മുടെ പൈതൽ നിന്ന് കളിച്ചു. ഫൈറ്റേഴ്സ് നോക്ക്. ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം, വൈഭവ് സൂര്യവംശിയുടെ ക്യാച്ച് ആ സായി സുദർശൻ എടുത്തെന്ന് വെച്ചാൽ ഇന്നത്തെ കളി 150 റണ്ണിൽ പോലും എത്തിയിട്ടുണ്ടാവില്ല. സായി സുദർശൻ ആ ക്യാച്ച് വിട്ടു. ലോൺ വാരിയർ എന്നൊക്കെ പറയില്ലേ, അജാതി കളിയായിരുന്നു വൈഭവ് സൂര്യവംശി ഇന്ന്. ധ്രുവ് ജുറേലിന്റെ പണി എന്താണ്? നിങ്ങളുടെ അടുത്ത് ഒരു ബെൽറ്റ് ബോംബ് ഉണ്ട്, ആറ്റം ബോംബ് ഉണ്ട് നിങ്ങളുടെ കയ്യില്. ആ ചെറുക്കന് പവർ പ്ലേയിൽ മാക്സിമം സ്ട്രൈക്ക് കൊടുക്കുക, റണ്ണ് കയറ്റുക. ഇത് വിക്കറ്റ് വലിച്ചെറിയാണ്. എന്നാ പിടിച്ചോ പറഞ്ഞിട്ട്. സോ ധ്രുവ് ജുറേൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി റിയാൻ പരാഗ് വരുമ്പോ അപ്പൊ അവിടെ ഒരു കളി കളിച്ചു. ജഡേജ ഇറക്കി വിട്ടു. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. ജഡേജയ്ക്ക് അവസാന 5 ബോള് 4 ബോൾ കൊടുത്തിട്ട് അടിക്കടാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജഡേജയെ കൊണ്ട് പറ്റില്ല, പ്രത്യേകിച്ച് ആൾക്ക് പ്രായമായി. എന്നാൽ പവർ പ്ലേയിലൊക്കെ അണ്ണന് കിട്ടുമ്പോ അണ്ണന്റെ ഷോട്ട്സ് ഒക്കെ കണ്ടത് ദാറ്റ് ഈസ് വെരി ക്ലാസി. സിമ്പിൾ ആയിട്ട് 4 അടിച്ചിട്ട് അണ്ണൻ റൺസ് കയറ്റും. സോ ഒരു സമയത്ത് പവർ പ്ലേയിൽ 6 ഓവർ 70 എത്തി നിന്ന ടീം ജഡേജയ്ക്ക് പരിക്ക് പറ്റി. ജഡേജ റിട്ടയർഡ് ഹേർട്ട് ആയിട്ട് പോയി. റിയാൻ പരാഗ് വന്നു. ഒരു ക്യാപ്റ്റൻ കളിക്കേണ്ട കളിയാണ്. ക്യാപ്റ്റൻ എങ്ങനെയാണ് കളിക്കേണ്ടത് ഗില്ലിനെ കണ്ട് പഠിക്കുക. റാഷിദ് ഖാന്റെ ഫസ്റ്റ് ബോളിൽ 6, സെക്കൻഡ് ബോൾ 4. വിക്കറ്റ് നീയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ആളില്ല. ഈ ചങ്ങായി വന്നിട്ട് വെറുതെ 6 അടിക്കാൻ നോക്കുക. ഇതാണ് GTയും രാജസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. രാജസ്ഥാൻ 6 അടിക്കുക.
എന്നാൽ മറ്റവന്മാർ ഉരുട്ടി അടിച്ച് 4 അടിക്കുക. അതാണ് അവർ രണ്ടുപേരും ഓപ്പണേഴ്സും ചെയ്യുന്ന, അവർ വിക്കറ്റും പോവാത്തത്. റിയാൻ പരാഗ് പോയിട്ട് പിന്നെ വേറെ ഏതോ സുനകെ അങ്ങനെ ഏതോ ഒരുത്തം പോയി ആർച്ചറിനെ ഇറക്കി വിട്ടിരിക്കുക. ഐ വാസ് ലൈക്ക് വാട്ട് ദ ഹെൽ. ഫെറാറി അണ്ണൻ വരാനുണ്ട്, ജഡേജയ്ക്ക് പിന്നെ ഇഞ്ചുറിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫെറാറി അണ്ണനെ ഇറക്കി ഒരാൾ അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ആർച്ചറിനെ ഇറക്കി വിട്ടു. ആർച്ചറും ചെയ്തത് സെയിം സാധനം. സിക്സ് അടിക്കാനാണ് അവിടെ വൈഭവ് സൂര്യവംശി ഉള്ളത്. ആർച്ചർ വന്നിട്ട് ഒരു 6 എന്താ അടിച്ചു, ആർച്ചർ അടുത്ത ബോൾ അടിക്കുക, ആർച്ചറും പോയി. ആ കൈക്ക് വയ്യാതെ ജഡേജ വീണ്ടും വന്ന് കളിക്കുന്നു. ജഡേജയ്ക്ക് ഉറപ്പാണ് ഈ കൈ വെച്ച് അടിക്കാൻ പറ്റില്ല. So this guy is taking singles and Vaibhav Sooryavanshi lone warrior പോലെ നിന്ന് കളിച്ചു. പാവം ചങ്ങായി, സങ്കടം തോന്നി. ഒരു ടീം ഒരു സപ്പോർട്ട് പറയുന്ന സാധനം ആ ചെറുക്കന് കൊടുത്തില്ല. എഗെയിൻ ആള് എനിക്ക് സെഞ്ചുറി വേണം, മുക്ക് മുട്ടി നിൽക്കാതെ അടിക്കാനാണ് നോക്കിയത്. റബാഡേനെ ഒറ്റയ്ക്ക് നേരിട്ടു, സിറാജിനെ ഒറ്റയ്ക്ക് നേരിട്ടു, ഹോൾഡറിനെ ഒറ്റയ്ക്ക് നേരിട്ടു. ആൻഡ് അന്നും ഇന്നും പറയാനുള്ള ഒരു കാര്യം, ഗുജറാത്ത് ബിഫോർ ജെയ്സൺ ഹോൾഡറും ആഫ്റ്റർ ജെയ്സൺ ഹോൾഡറും വ്യത്യാസമുണ്ട്. ജെയ്സൺ ഹോൾഡർ ടീമിൽ ഇറങ്ങുന്ന വരെ ഗുജറാത്തിന്റെ മിഡിൽ ഓർഡർ ബൗളിംഗ് അത്ര വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹോൾഡർ വന്നതിന് ശേഷം ഹോൾഡർ ഒരു പിടുത്തം പിടിക്കും. ഹോൾഡർ സിമ്പിൾ ആയി വിക്കറ്റ് എടുത്തു കൊടുക്കും. ഈ RCB വേഴ്സസ് GT കളിയിൽ തന്നെയാണ് ഉണ്ടായത്. ഒരു സമയത്ത് കയ്യിൽ നിന്ന് പോയ കളി ഹോൾഡർ പിടിച്ചു കൊടുത്തു. ഒരു ഓവറിൽ 2 വിക്കറ്റ് എടുത്തിട്ട്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് ചുമ്മാ ഭംഗിക്ക് പറയുന്ന കാര്യമില്ല. GT ഡയറക്റ്റ് ആയിട്ട് ഫൈനലിൽ പോവാതിരുന്ന ഒരേ ഒരു റീസൺ, രജത് പട്ടിദാരെ ക്യാച്ച് താഴെ ഇട്ടു. 10, 30, 28 ബോളിൽ 90 എന്നൊക്കെ വന്നപ്പോ സ്കോർ എവിടെ എത്തി? എന്നാൽ ഇതേപോലെ ഒരു 200, 215 റൺ GT അടിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് അത് അടിക്കാൻ പ്രഷർ ഇല്ല. വെൻ ഇറ്റ് കംസ് ടു 250, 240 അതാണ് അവർക്ക് ടെൻഷൻ. ഇന്ന് പാർത്ഥിവ് പട്ടേൽ പറയുണ്ടായിരുന്നു 215 ഒക്കെയാണ് ടോട്ടൽ വെച്ച് ഞങ്ങൾ സിമ്പിൾ ആയി അടിച്ചിടുന്നത്. അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. ആൻഡ് ഗില്ലിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം, സായി സുദർശന് ക്രെഡിറ്റ് കൊടുക്കണം, സിറാജ്, റബാഡ, ഹോൾഡർ ആൻഡ് അവരുടെ കംപ്ലീറ്റ് ടീം, അതേപോലെ ഹെയ്ഡൻ ആൻഡ് പാർത്ഥിവ് പട്ടേൽ. ചെന്നൈ സൂപ്പർ കിങ്സ് ഒക്കെ ഒരു ഫ്ലെമിങ്ങിനെ വെച്ച് ഇങ്ങനെ ഇരിക്കണം, ഹൈഡനൊക്കെ കൊണ്ടുപോയിട്ട് കോച്ച് ആക്കിന്ന് വെച്ചാൽ എന്തായാലും ഇജാതി നക്കിയ കളി ഉണ്ടാവില്ല. എജാതി കളിയാണ് ഗുജറാത്ത്. ഇപ്പൊ ഈ മറ്റേ പ്രേതബാധ കയറിയ പോലെ. അവർ രണ്ടുപേര് വിക്കറ്റ് നിങ്ങൾ എടുത്തില്ല, നോക്ക് വേണ്ട, വാക്ക് ഓവർ കൊടുത്തിട്ട് പോയിക്കോ, അതാ ഭേദം. സോ അവസാനം കണ്ട് റാഷിദ് ഖാനിനെ ഇട്ടിട്ട് നമ്മുടെ ഫെറാറിയാണ് നല്ല പൂശിണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഒരു 10 ബോൾ കൂടുതൽ കൊടുത്തിട്ട് വെച്ചാൽ നല്ലൊരു ഡോട്ടിലെങ്കിലും കയറിയാണ്. സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോ ടുവേർഡ്സ് എൻഡൊക്കെ ആയപ്പോ ഇതേ സ്ട്രഗിള് മറ്റേ ഗുജറാത്തിന് ഉണ്ടാവുന്നു. ഒരു പോയിന്റിൽ പോലും ഗുജറാത്ത് സ്ട്രഗിൾ ചെയ്യണമെന്ന് അവരുടെ ബാറ്റിംഗ് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. ആ സായി സുദർശന്റെ ക്യാച്ച് ഫെറാറി എണ്ണം പിടിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കളിയുടെ ലെവൽ തന്നെ മാറിയിട്ടാണ്. തിങ്സ് വുഡ് ഹാവ് ബീൻ ഡെഫിനറ്റ്ലി ഡിഫറെന്റ്. ഒരു വിക്കറ്റ് പോയാൽ മതി. ഇപ്പൊ അവസാനം നമ്മൾ നോക്കിയാൽ മതി, ഗില്ലും സായി സുദർശനും പോണ വരെ എങ്ങനെയായിരുന്നു? 9 ഓവർ 130 ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെ 10 ബോളിൽ 10, 11 ബോളിൽ 11 ആ ലെവലിലെത്തി. ഈ 2 എണ്ണത്തിനെ തൂക്കിയോ ചീട്ട് കൊട്ടാരം പോലെ വീഴും. കാരണം അവരുടെ മിഡിൽ ഓർഡർ വേസ്റ്റ് ആണ്. തന്നെയാണ് RCBയുടെ ഒപ്പം കണ്ട് സായി സുദർശൻ ഫെവിക്കോൾ ഇല്ലാതെ വന്നിട്ട് സ്റ്റെമ്പ് അടിച്ച് കളഞ്ഞു. ഗില്ല് ബൗൾഡായി. പിന്നെ ആര് കളിക്കുന്ന? ബട്ട്ലറിനെ ഒന്നും നമ്പിയിട്ട് ഇരിക്കാനേ പറ്റില്ല. സോ അങ്ങനെ GT നൈസ് ആയിട്ട് ഫൈനലിൽ കയറി. GT വേഴ്സസ് RCB എല്ലാവർക്കും അറിയാം, അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഇവരുടെ കോട്ടയാണെന്നൊക്കെ. പക്ഷെ എതിരാളികൾ RCBയെ ഭയക്കണം. ഇനി നടക്കപ്പോറത് യുദ്ധം. അത് അങ്ങനെ പറയാനുള്ള റീസൺ, RCBയുടെ ബാറ്റിംഗ് ഓർഡർ കണ്ടു കഴിഞ്ഞാൽ സകലമാന ടീമിന്റെ മുട്ടിടിക്കും. കോഹ്ലി വേഗം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ വെങ്കിടേഷ് അയ്യർ ഓപ്പൺ ചെയ്യാൻ വെങ്കിടേഷ് അയ്യർ കളിക്കും. ഇനി 2 എണ്ണവും പോയി വെച്ച് കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കലും പട്ടീദാരും കളിക്കും. ഈ പട്ടീദാരെ ഇവനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വരും ടിം ഡേവിഡ്, റൊമാരിയോ സെപ്പേർഡ്, ജിതേഷ് ശർമ്മ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, കൃണാൽ പാണ്ഡ്യൊക്കെ എനിക്ക് തോന്നുന്നു ആള് ബാറ്റിങ്ങിലൊക്കെ ഇപ്പൊ പ്രൈം ഫോമിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് 1-2 കളിയായിട്ട് നോക്കി വിയജാതി കിടുമായിട്ട് കളിക്കുന്നത്. ടീം കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നെങ്കിലും കൃണാൽ പാണ്ഡ്യ വന്നിട്ട് പ്രഷറാ. എന്ത് പ്രഷർ? എനിക്കാ എന്നാ പിടിച്ചാ വന്നിട്ട് 4 അടിച്ചിട്ട് പ്രഷർ റിലീസ് ചെയ്യും. കുക്കറിന് പോലും ഇത്ര ഈസി ആയിട്ട് പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവർ സ്ക്വാഡ് ആൻഡ് അവർക്ക് ബോളിംഗ് ഓപ്ഷൻ. ലോകത്തെ ഏത് സകലമാന ബോളർ അടി കൊടുത്തോ ഭുവനേശ്വർ കുമാർ പവർ പ്ലേയിൽ വിക്കറ്റ് എടുത്തിരിക്കും. ഭുവനേശ്വർ കുമാറിനെ അടിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ടത് ബാറ്റ്സ്മാനാണ്. നെക്സ്റ്റ് ബോൾ ചിലപ്പോൾ കുറ്റിയും തെറിച്ചു പോകണ്ട. ബോൾ കുത്തുന്നത് ചിലപ്പോൾ ഓഫ് സൈഡിലുള്ള സ്റ്റംപിലായിരിക്കും, എന്നാൽ ബോൾ തെറിക്കുന്നത് ലെഗ് സൈഡിലുള്ള സ്റ്റംപായിരിക്കും.
ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഭുവനേശ്വർ കുമാറിനെ ഡെത്ത് ഓവറിൽ നമ്പാം, ഭുവനേശ്വർ കുമാറിനെ പവർ പ്ലേയിൽ നമ്പാം, മിഡിൽ ഓർഡറിൽ നമ്പാം, എവിടെ വേണമെങ്കിലും നമ്പാം. അപ്പൊ അവര് മറ്റേ ഹെയ്സൽവുഡിനെയും ഡഫീനെയും കൂടിയിട്ട് ഒരുമിച്ച് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഏതാണ് റാസിക്ക അങ്ങനെ ഏതോ ആ ചെറുക്കിന് എറിയുന്നത് ഫുൾ യോർക്കർ. പിന്നെ ആൾക്കാരുടെ തല എറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടിയിട്ട് കൃണാൽ പാണ്ഡ്യ. ഈ രണ്ട് സായി സുദർശന്റെയും ഗില്ലിന്റെയും വിക്കറ്റ് കഴിഞ്ഞ കളി പോലെ തന്നെ പവർ പ്ലേയിൽ അവർക്ക് എടുക്കാൻ പറ്റിയോ? ഇവര് സിമ്പിൾ ആയിട്ട് RCB സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ കപ്പും തൂക്കും, അടുപ്പിച്ച് രണ്ടാമത്തെ കപ്പും തൂക്കും. എന്നാ ഈ ബാറ്റിംഗ് ഓർഡറിനെ ഗുജറാത്തിന് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് എറിഞ്ഞിടാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് പേര് പവർ പ്ലേയിൽ ഔട്ട് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുജറാത്തിന് അവരുടെ അടുത്ത കപ്പ് എടുക്കാം. പക്ഷെ കൂടുതൽ ചാൻസസ് ഐ എം ഗോയിങ് വിത്ത് RCB. കണ്ണൊക്കെ തുടക്കാണ് സങ്കടം കാരണം, എന്നാലും പറയാണ് RCB ജയിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. എനിക്കത് തോന്നാനുള്ള ഒരു കാര്യം എന്താ അറിയൂ, ഇപ്പൊ റബാഡയൊക്കെ വിരാട് കോഹ്ലി 4 ഒക്കെ അടിക്കുന്നതാണ് നമുക്ക് പഴം പോലെയല്ല അടിക്കുന്നത്. അത് മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയാണ്. മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇതൊക്കെ സിമ്പിൾ സാധനം, എന്നാൽ അതേ സാധനം വേറൊരു ആക്ടർ അഭിനയിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ബിക്കോസ് ഹീസ് എ കംപ്ലീറ്റ് ആക്ടർ. അതേപോലെ തന്നെയാണ് വിരാട് കോഹ്ലി കളിക്കുമ്പോൾ അയ്യോ സിമ്പിൾ സാധനം, ഇത് ആർക്ക് വേണമെങ്കിൽ അടിക്കാം, LKG പിള്ളേർക്ക് അടിക്കാതൊക്കെ തോന്നും. ഇതേ വേറൊരാൾ കളിക്കുമ്പോ കാണാം 150 വരുന്ന ബൗൺസേഴ്സ് വിരാട് കോഹ്ലി ഈസി ആയിട്ട് കളിക്കുമ്പോ ഇന്ന് വൈഭവ് സൂര്യവംശി അവിടെ സ്ട്രഗിൾ ചെയ്തു. വൈഭവ് സൂര്യവംശിക്ക് ബാറ്റ് കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആ ലെജൻഡ് ആൻഡ് അതർ പ്ലെയർ. അവിടെയാണ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുക. ഏതൊരു പ്രഷർ സിറ്റുവേഷനിലും വിരാട് കോഹ്ലി ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് RCB ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്, ഫാൻസിനെയാണ് ഇഷ്ടമല്ലാത്തത്. ഫാൻസ് ഞാൻ എപ്പോഴും പറയണേ, എനിക്ക് വെറുപ്പാണ് അവന്മാരുടെ അടുത്ത്. അവന്മാരുടെ വെറുപ്പ് കാരണമാണ് ഈ പണ്ടാര ടീം പൊട്ടണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കോഹ്ലി ഒരു ലെജൻഡ് ആണെന്നുള്ളത് ഞാൻ ഒരിക്കലും മറന്ന കാര്യമല്ല, ഒരിക്കലും സമ്മതിക്കാതിരിക്കുന്ന കാര്യമല്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചില സമയത്ത് അങ്ങേര് പേഴ്സണൽ നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. 50 അടിക്കണം, 100 അടിക്കണം. ആ സമയത്ത് ടീമിന്റെ കാര്യം ആള് പലപ്പോഴും മറക്കണ പോലെ തോന്നാം. അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇനീഷ്യൽ ഒരു 10-15 ബോളിൽ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും ബാക്കിയുള്ള ഒരു 10-15 ബോളിൽ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ മതി. ചില സമയത്ത് 250-300 ഒക്കെ ആയിരിക്കും. എന്നാൽ പിന്നെ നോക്കണതാണ് 38 ബോളിൽ 50 നോക്കണം. പക്ഷെ അത് ആള് ലെജൻഡ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കാരണം ടീമിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഫിൽ സോൾട്ടും ബെത്തലിനും പരിക്ക് കാരണം മാറിയപ്പോ ആ ഓപ്പർച്യൂണിറ്റി വെങ്കടേഷ് അയ്യർ ഭയങ്കര നൈസായിട്ട് യൂസ് ചെയ്യുന്നത്. പറയുമ്പോൾ ആൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല, എന്നാൽ കിട്ടുന്ന കളി വൃത്തിക്ക് കളിക്കുന്നുണ്ട്. പട്ടീദാറിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. പ്രഷർ പറഞ്ഞ വാക്ക് പട്ടീദാരുടെ ഡിക്ഷണറിയിൽ ഇല്ലാതെ തോന്നുന്നു. ആരെങ്കിലും പുതിയൊരു ഡിക്ഷണറി മേടിച്ചു കൊടുക്കും. എന്താ അടിക്കുന്ന അടിയൊക്കെ ബാറ്റിൽ കൊണ്ടുപോയി ഗ്രൗണ്ടിന്റെ വെളിയിലാണ് പോവുക. അജാതി കണ്ടം കളിയിൽ അടിക്കുന്ന പോലെ അടിക്കുക, അജാതി അടിയാണ്. ദേവദത്ത് പടിക്കലിനും പ്രഷർ ഇല്ല. ഇവർക്ക് പ്രഷർ പറഞ്ഞ സാധനം അറിയില്ല. ഫസ്റ്റ് ബോളിൽ ദേവദത്ത് പടിക്കൽ വിക്കറ്റ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ 6 അടിക്കാൻ നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കും. ആൻഡ് ദേവദത്ത് പടിക്കലിനെ RCB നമ്പിയ പോലെ ആരും നമ്പിയിട്ടില്ല. ലക്നൌവിൽ പോയിട്ട് ദേവദത്ത് പടിക്കലിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത്രയും ഊളക്കളി ഇന്നവരാൾ കളിച്ചിട്ടുണ്ട്. അത്രയും ഫോം ഔട്ട് ആയിരുന്നു. അപ്പുറത്തെ ടീമിന് ഫ്രീ വിക്കറ്റ് ആയിരുന്നു ദേവദത്ത് പടിക്കൽ. ആ ദേവദത്ത് പടിക്കലാണ് കല്ലിയെ പോലെ കളിക്കുന്നത്. ടിം ഡേവിഡ് ഇപ്പൊ കുറച്ചായിട്ട് ഒരു ഫോം ഔട്ട് ആയിട്ടാണ്. ശ്രദ്ധിച്ചറിയാം, RCB സൈഡിൽ ടിം ഡേവിഡ് കുറച്ച് ഫോം ഔട്ട് ആണ്. കൃണാൽ പാണ്ഡ്യ ഫോമിന്റെ പീക്കാണ്. ജിതേഷ് ശർമ്മ ഫോമിൽ വരുന്നുണ്ട്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ക്രിക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷെ RCB വേഴ്സസ് GTയിൽ നോം RCBയുടെ ഒപ്പം പോണ്. കാരണം നോം ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താൽ അവരൊക്കെ നക്കി തോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും RCB തോക്കട്ടെ. സോ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. ഇനി അടുത്ത ഫൈനലിൽ കാണാം.